ഇനി നമുക്ക് നോക്കാം 3/8 എന്നൊരു റാഷണൽ നമ്പർ നമുക്ക് കിട്ടി. ഈ 3/8 എന്ന് പറയുന്ന റാഷണൽ നമ്പറിനെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാം എന്നാണ് നോക്കേണ്ടത്. സാധാരണ എല്ലാ കുട്ടികളും എന്ത് ചെയ്യും? 3/8 3a നമ്മൾ 8 കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്താൽ നമുക്ക് റാഷണൽ നമ്പർ കിട്ടും. ന്യൂമറേറ്റർ ആയ 3a ഡിനോമിനേറ്റർ ആയ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെസിമൽ നമ്പർ നമുക്ക് കിട്ടും. ഇനി അങ്ങനെ ഡിവൈഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ ആയ 8നെ ഫാക്ടറൈസേഷൻ ചെയ്യണം. ഫാക്ടർ ആക്കണം. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 4, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2. ഓക്കെ, 2 എന്ന നമ്പർ 3 ടൈംസ് ഉണ്ട്. ഏതാണ് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് 8 എന്ന നമ്പറിന് നമ്മൾ, അതായത് 8 is equal to 2 into 2 into 2 ആണ്. 2 എന്ന നമ്പർ എത്ര ടൈംസ് ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 5 എന്ന നമ്പറും 3 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ 2 എന്ന നമ്പർ 3 ടൈംസ് ഉണ്ടെങ്കിൽ 5 എന്ന നമ്പർ നമ്മൾ ചെയ്യണം 3 ടൈംസ് അതിനെ മൾട്ടിപ്പിൾ ചെയ്യണം. ദാറ്റ് മീൻസ് ഇത് 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് എന്നാവും. 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഹോൾ റൈസ് ടു ക്യൂബ് എന്നാവും. പിടിച്ചില്ലേ? അപ്പൊ 2 ഇൻറ്റു 5 ക്യൂബ് എന്നായി. 2 ഇൻറ്റു 5 ക്യൂബ് ഈസ് ഈക്വൽ ടു 10 ക്യൂബ് എന്നായി. എന്തായി? 10 ക്യൂബ് എന്നായി. 10 ക്യൂബ് ഈസ് ഈക്വൽ ടു എന്തായി? 1000 എന്നായി. 10 ക്യൂബ് ഈസ് ഈക്വൽ ടു 1000. ദാറ്റ് മീൻസ് 1000 ആയിരിക്കും ഇതിനെ ഡിനോമിനേറ്റർ ആക്കുമ്പോൾ വരിക. ദാറ്റ് മീൻസ് 3/8 ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ 8ന് പകരം എന്താകും? 1000 എന്നാവും. എന്താവും? 1000. ഈ കിട്ടിയ 1000 ആകും 8ന് പകരം. മുകളില് ന്യൂമറേറ്ററിൽ 3 ഇൻറ്റു നമ്മൾ എന്തുകൊണ്ടാണ് അഡീഷണൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തത്? 5 ക്യൂബ് കൊണ്ടാണ്. 3 5 കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്തത്. മീൻസ് 5 ക്യൂബാണ്. നമ്മൾ ഈ 8ന്റെ ഫാക്ടേഴ്സ് 3 2 ഉള്ളായിരുന്നു. നമ്മൾ അഡീഷണൽ ആയിട്ട് 3 5 എഴുതിയില്ലേ? മീൻസ് 5 ക്യൂബ് എഴുതിയില്ലേ? ആ 5 ക്യൂബ് കൊണ്ടാണ് ന്യൂമറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്തത്. നോക്കൂ, നമ്മൾ ഈ 8ന്റെ ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ 3 2 ആണ് നമുക്ക് കിട്ടിയത്. ആ 3 2ന്റെ കൂടെ നമ്മൾ 3 5 കൊണ്ടല്ലേ മൾട്ടിപ്പിൾ ചെയ്തത്. 3 5 മീൻസ് 5 ക്യൂബ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് അഡീഷണൽ ആയിട്ട് ഇൻക്ലൂഡ് എഴുതിയത്? 5 ക്യൂബ്. ഇത്രയും നമ്പറാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് എഴുതിയത്. 5 ക്യൂബ് ആണ്. ആ 5 ക്യൂബ് കൊണ്ടാണ് 3യുടെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. 5 ക്യൂബ് കൊണ്ടാണ്. ദാറ്റ് മീൻസ് 3 into 5 ക്യൂബ് മീൻസ് 125 by 1000 is equal to 3 into 125 എന്ത് വരും? 3 into 5 5, remainder 1, 3 into 2 6 7 അല്ലേ? 3 എന്താവും? 375. നോക്കാം. 3 into 5 15, remainder 1, 3 into 2 6, remainder 1 അപ്പോൾ 7, 1 2 3 3 അല്ലേ? by 1000. നമുക്ക് 1000 ഡിവൈഡ് ചെയ്യാറിയാലോ. എത്ര പ്ലേസ് എങ്ങോട്ട് മാറും? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 പ്ലേസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറും. അപ്പോൾ 0.375 എന്താവും? 0.375. ദാറ്റ് മീൻസ് 3/8 എന്ന് പറയുന്ന ഈ റാഷണൽ നമ്പർ നമ്മൾ ഡെസിമൽ ഫോം ആക്കി മാറ്റിയപ്പോൾ എത്ര കിട്ടി? 0.375 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്ത് നോക്കാം? നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യനിലെ ഡിനോമിനേറ്റർ നോക്കുക. ഏതാ ഡിനോമിനേറ്റർ? ഇവിടെ 8. ആ 8 എന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ 8 എത്ര കിട്ടി? 2 എത്ര? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 4, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 2. 3 2 ആണ് കിട്ടിയത്. 2 ആണ് കിട്ടുന്നതെങ്കിൽ 3 2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? 5 കൊണ്ട്, എത്ര 5 കൊണ്ട്? 3 5 കൊണ്ട് തന്നെ അതിനെ മൾട്ടിപ്പിൾ ചെയ്യുക. 10ന്റെ മൾട്ടിപ്പിൾ ആക്കി മാറ്റാൻ വേണ്ടിയാ. അപ്പൊ 3 5 കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പൊ 2 2 എവിടെയാണെങ്കിലോ 2 2 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പൊ 4 2 ഉണ്ടെങ്കിൽ നമ്മൾ 4 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും.
അപ്പൊ ഇവിടെ 3 2 ഉള്ളത് കൊണ്ട് 3 5 കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്തത്. അപ്പൊ ഇവിടെ 2 2 ഉള്ളെങ്കിൽ നമ്മൾ 2 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 4 2 ഉണ്ടെങ്കിലോ 4 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 2 5 ഉണ്ടെങ്കിലോ നമ്മൾ 5 5 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ 3 2 കിട്ടി കഴിഞ്ഞാൽ നമ്മൾ 3 5 കൊണ്ട് അതിനെ മൾട്ടിപ്പിൾ ചെയ്യുക. 2 into 2 into 2 means 2 cube into 5 into 5 5 means 5 cube. 2 cube into 5 cube means 2 into 5 whole cube ആണ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 2 into 5 whole cube means 2 into 5 10 10 raised to 3 10 cube. 10 cube is equal to now thousands. That means denominator 8 ന് പകരം എന്തായി മാറും? 1000 ആയിട്ട് മാറും അല്ലേ? അപ്പൊ ഡിനോമിനേറ്ററിലുള്ള ആ 8 ഡിനോമിനേറ്റർ നമ്മൾ എങ്ങനെ ആക്കി മാറ്റി? 1000 ആക്കി മാറ്റി. ഏതിനെ? ഡിനോമിനേറ്റർ ആയ 8 നെ. ഡിനോമിനേറ്റർ 8 നമ്മൾ ഡിനോമിനേറ്റർ എന്താക്കി മാറ്റി? 1000 ആക്കി മാറ്റി. എങ്ങനെയാ മാറ്റിയത്? ഡിനോമിനേറ്റർ ആയ 2 നെ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പൊ എന്തായിട്ടും 3 2 കിട്ടും. 3 2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 3 5 കൊണ്ട് അതിനെ മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ, അപ്പൊ 3 2 മീൻസ് 2 ക്യൂബ് ഇൻറ്റു 5 3 ടൈംസ് ആകുമ്പോൾ എന്താവും? 5 ക്യൂബ്. 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ് മീൻസ് 2 ഇൻറ്റു 5 ഹോൾ ക്യൂബ്. 2 ഇൻറ്റു 5 ഹോൾ ക്യൂബ് മീൻസ് 2 ഇൻറ്റു 5 10 10 ക്യൂബ്. 10 ക്യൂബ് ഈസ് ഈക്വൽ ടു 1000. അപ്പൊ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എത്രയായി മാറും? 8 ന് പകരം എന്തായി മാറും? 1000 ആയിട്ട് മാറും. ദാറ്റ് മീൻസ് 3/8 ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ 8 ന് പകരം 1000 ആയി. ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ 1000 ആക്കാം ചോദിച്ചാൽ നമ്മൾ എന്തുകൊണ്ടാണോ അഡീഷണൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തത് ആ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെ അങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ എന്താവും? 3 into 5 ക്യൂബ് ഈസ് ഈക്വൽ ടു 3 into 5 ക്യൂബ് മീൻസ് എന്താവും? 125 അല്ലേ? അപ്പൊ 3 into 125/1000 ഈസ് ഈക്വൽ ടു 375/1000 ഈസ് ഈക്വൽ ടു 0.375 എന്നാവും. ഇനി നമുക്ക് 3/8 എന്ന് പറയുന്ന ഈ റാഷണൽ നമ്പർ നമുക്ക് 0.375 എന്ന ഡെസിമൽ നമ്പർ ആക്കി എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. 3/125 എന്ന നമ്പർ നമുക്ക് നോക്കാം. ഈ റാഷണൽ നമ്പർ നമുക്ക് എന്ത് ചെയ്യണം? ഡെസിമൽ നമ്പർ ആക്കി മാറ്റണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡിനോമിനേറ്റർ ഏത് സംഖ്യ നോക്കുക. ഡിനോമിനേറ്റർ ഏതാ? 125. ഈ 125 എന്ന് പറയുന്ന ഈ നമ്പർ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യണം. 125 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ എത്രയായി? 25. വീണ്ടും നമുക്ക് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര? 5. അപ്പൊ 125 മീൻസ് 5 into 5 into 5 ആണ്. അതായത് 5 into 5 into 5 ആണ് 125 എന്ന് പറയുന്നത്. എത്ര പ്രാവശ്യം വന്നു? 5 3 times 5 വന്നു. 3 times 5 വന്നാൽ അതിനെ 3 times ഉള്ള 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 5 3 times വന്നാൽ 3 times 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ദാറ്റ് മീൻസ് 2 into 2 into 2. അപ്പൊ 5 രണ്ട് ടൈമേ ഉള്ളെങ്കിലോ നമ്മൾ എന്ത് ചെയ്യാൻ മതി? into 2 into 2 എന്ന് മതി. 2 പ്രാവശ്യം മതി. അത് മനസ്സിലായോ? ഡിനോമിനേറ്റർ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 5 ഉള്ളൂ എങ്കിൽ 2 2 ഉള്ളൂ. into 2 into 2. 5 3 times ഉണ്ടെങ്കിൽ 2ഉം 3 times വേണം. അപ്പൊ 5 4 times ഉണ്ടെങ്കിലോ 2ഉം 4 times വേണം. അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ 125 ആണ്. അതിനെ ഫാക്ടർ ചെയ്തപ്പോൾ 5 into 5 into 5 കിട്ടി. മീൻസ് 125 is equal to 5 into 5 into 5 ആണ്. 3 times 5 വന്നാൽ into 3 times 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. is equal to 5 3 times means 5 cube into 2 3 times means 2 into cube. 5 cube into 2 cube means 5 into 2 the whole cube. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ച നിയമമാണ്. 2 into 5 whole cube is equal to 2 into 5 10 cube. 10 cube is equal to 10 into 10 into 10 10 cube is equal to 10 into 10 into 10 is equal to thousands. അല്ലേ? അപ്പൊ 1000 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഈ 1000 ആണ് ഈ 125 പകരം ഡിനോമിനേറ്റർ ആയിട്ട് വരിക. അപ്പോൾ
3/125 എന്ന ഈ ഫ്രാക്ഷനെ, ഈ റാഷണൽ നമ്പറിനെ നമ്മൾ ഡെസിമൽ നമ്പർ ആക്കി മാറ്റുമ്പോൾ ഡിനോമിനേറ്റർ 125 എന്ന് ഉള്ളത് എന്തായി മാറും? 1000 എന്നായി മാറും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം? 3/125 ഈസ് ഈക്വൽ ടു 3 ഈ 125 പകരം എന്ത് വന്നു? 1000 വന്നു. ഈ 1000 ആക്കാൻ വേണ്ടി നമ്മൾ എന്തുകൊണ്ടാണ് അധികമായിട്ട് മൾട്ടിപ്പിൾ ചെയ്തത്? 2 ക്യൂബ് കൊണ്ടാണ് അല്ലേ? 5 3 ടൈംസ് ആണോ ഫാക്ടർ ആക്കിയപ്പോൾ കിട്ടിയത്? നമ്മൾ അധികമായിട്ട് അഡീഷണൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തത് 2 ക്യൂബ് കൊണ്ടല്ലേ അല്ലേ? അതായത് 2 ക്യൂബ് 2 എന്ന നമ്പർ 3 ടൈംസ് മൾട്ടിപ്പിൾ ചെയ്ത 2 ക്യൂബ് കൊണ്ടാണ് നമ്മൾ ചെയ്തത് അഡീഷണൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തത്. ആ അഡീഷണൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തത് എന്താണോ അതുകൊണ്ട് അതിന്റെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്യണം. നമ്മൾ അധികമായിട്ട് എന്തുകൊണ്ടാണോ മൾട്ടിപ്പിൾ ചെയ്തത് ആ അധികമായിട്ട് അഡീഷണൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്ത നമ്പർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്യണം. ദാറ്റ്സ് ഈക്വൽ ടു 3 into 2 cube is equal to 8 by 1000 is equal to 3 into 8 24 by 1000. 24 by 1000 ഡിനോമിനേറ്റർ 1000 അല്ലേ? അപ്പൊ എത്ര പ്ലേസ് മാറണം? 3 ഡിജിറ്റ് ആണ്. 3 ഡിജിറ്റ് ആണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറേണ്ടത്. 3 ഡിജിറ്റ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇവിടെ 1 2 ഡിജിറ്റേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 0 കൂടെ കൊടുക്കുക. 0 2 4. അപ്പോൾ 3/125 എന്ന് പറയുന്ന ഈ റാഷണൽ നമ്പറിന് ഈക്വൽ ആണ് 0.024. ഇത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് ഇതുപോലെ അടുത്ത പ്രോബ്ലം നോക്കാം. 3/160 എന്ന് പറയുന്ന ഈ റാഷണൽ നമ്പറിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഡെസിമൽ നമ്പർ ആക്കി മാറ്റണം. നമ്മൾ എന്താ ചെയ്യുക? ഡിനോമിനേറ്റർ ആയ 160 നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടറൈസേഷൻ ചെയ്യും അല്ലേ? ഡിനോമിനേറ്റർ ആയ 160 നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ ചെയ്യണം. 2 കൊണ്ട് പറ്റുമല്ലോ 80, വീണ്ടും 2 കൊണ്ട് പറ്റുമല്ലോ 40, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 20, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 10, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 5 അല്ലേ? അപ്പോൾ 160 ഈസ് ഈക്വൽ ടു എന്താണ്? 2 എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4 5 പ്രാവശ്യം ഉണ്ട്. അപ്പൊ 2/5 ഉണ്ട്. ഇൻറ്റു എന്തോ ഒരു 5 ബാലൻസ് ഉണ്ട്. 2 എന്ന നമ്പർ 5 ടൈംസ് ഉണ്ട്. 2/5 അല്ലേ? വേറെ രീതി കാണിച്ചു തരാം. 160 ഈസ് ഈക്വൽ ടു എത്ര? 2 into 2 into 2 into 2 into 2 into 5. That means 2 എത്ര ഉണ്ട്? 1 2 3 4 5. അപ്പൊ 2/5 into 5 ഉണ്ട്. ഇത്രയും ഉണ്ട്. ഓക്കെ, അപ്പൊ 2/5 into 5 ആണ് എത്ര കിട്ടുന്നത്? നമുക്ക് 160 എന്ന് കിട്ടുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2/5 into 5. ഇവിടെ 5 മീൻസ് 5/1 ആണ്. ഇവിടെ 2/5 ആണ്. നോക്കട്ടെ, ഇവിടെ പവർ 5, ഇവിടെ പവർ എത്ര? 1. അപ്പൊ ഇവിടെ പവർ 1 ആണുള്ളത്. ഈ പവർ 1നെ നമുക്ക് പവർ 5 ആക്കി മാറ്റണം. മീൻസ് ഇവിടെ ഒരു ടൈം 5 എന്ന നമ്പർ ഒരു ടൈമേ ഉള്ളൂ. 2 ആണെങ്കിൽ 5 ടൈംസ് ഉണ്ട്. അപ്പൊ ഇവിടെ 5 1 ടൈമേ ഉള്ളൂ. ഇവിടെ 2 എന്തുണ്ട്? 5 ടൈംസ് ഉണ്ട്. ദാറ്റ് മീൻസ് 5 എന്ന നമ്പർ 4 ടൈംസ് കുറവുണ്ട് അല്ലേ? കുറവുണ്ട്. മീൻസ് ഇവിടെ 5/1 ആണ്, ഇവിടെ 2/5 ആണ്. ഇവിടെ 2 എന്ന നമ്പർ 5 ടൈംസ് ഉണ്ട്. ഇവിടെ 5 എന്ന നമ്പർ 1 ടൈമേ ഉള്ളൂ. 1 ഉം 5 കണ്ടോ? ഈ നമ്പർ നോക്കുക. 1 5, ഇവിടെ 5, ഇവിടെ 1. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 ആണ് അല്ലേ? അതായത് 5 എന്ന നമ്പർ 4 ടൈംസ് കുറവുണ്ട്. ദാറ്റ് മീൻസ് 5/4 ആണ് കുറവായിട്ടുള്ളത്. ആ കുറവായിട്ടുള്ള 5/4 കൊണ്ടാണ് നമ്മൾ 160യെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. 160 into 5/4. ഈ 5/4 എന്ന നമ്പർ എങ്ങനെ കിട്ടിയത് മനസ്സിലായ? എങ്ങനെ കിട്ടി? 2/5 ഉം ഇവിടെ 5/1 ഉള്ളൂ. ഈ 5/1 നമ്മൾ 5/5 ആക്കി മാറ്റണമെങ്കിൽ എന്ത് വേണം? ഇൻറ്റു 5/4 കൂടി വേണം. അപ്പൊ 160യെ
5⁴ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലേ ഈ 5⁴ എന്നുള്ളത് ഇവിടെ 2⁵ ആണ്, ഇവിടെയും പവർ 5 ആയിട്ട് മാറുള്ളൂ. ഇവിടെ പവർ 1 ഉള്ളൂ, പവർ 5 ആക്കണം, പവർ 5 ആക്കണം. 5 ആക്കണമെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ പവർ 1 ഉള്ളൂ, പവർ 5 ആക്കണം. എന്തുകൊണ്ട് പവർ 5 ആക്കി? ഇവിടെ പവർ 5 ആയതുകൊണ്ട് ഇവിടെയും പവർ 5 ആവണം, എങ്കിലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. ഇവിടെ പവർ 5 ആകണമെങ്കിൽ 5⁴ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 2⁵ ഇവിടെ ഉണ്ട്, ഇവിടെ 5⁴ ഉണ്ട്, ഇൻറ്റു 5⁴ ഇസ് ഈക്വൽ ടു 2⁵ ഇവിടെ ഉണ്ട്, 5⁴ ഇൻറ്റു 5⁴ എന്താവും? 5⁵ ആവും. ആവൂലേ? ഇസ് ഈക്വൽ ടു, ഇപ്പൊ ഇവിടെയും പവർ 5 ആയി, ഇവിടെയും പവർ 5 ആയി. ദാറ്റ് മീൻസ് 2 × 5 ⁻5 എന്നായി. ഇസ് ഈക്വൽ ടു 2 × 5 ⁻5 ഇസ് ഈക്വൽ ടു 2 × 5 10⁻5 എന്ന് കിട്ടി. അപ്പൊ ഡിനോമിനേറ്റർ 160 എന്നുള്ളത് എന്തായി മാറും? ഡിനോമിനേറ്റർ 10⁵ ആയിട്ട് മാറും. 10⁵ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എഴുതാറിയാലോ, 100, 1000, 10,000, 1 എത്ര 0 വരും? 5 0 വരും അല്ലേ? 5 0 അല്ലേ? അപ്പോൾ എത്രയായി? 10⁵ ആയി. അപ്പൊ എത്രയായി? അപ്പോൾ എങ്ങനെ എഴുതാം നമ്മൾ? 3/160 is equal to 10⁵ ആണ് ഡിനോമിനേറ്റർ, മീൻസ് 10,000. 10,000 1 lakh ആയി, 5 പ്രാവശ്യമായി. ഇൻറ്റു മുകളിൽ 3 ഉണ്ട്, നമ്മൾ അഡീഷണൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തതുകൊണ്ടാണ്. 2⁵ ഇൻറ്റു 5⁴ ഇവിടെ ഉണ്ട്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഏതുകൊണ്ടേ മൾട്ടിപ്പിൾ ചെയ്തോളൂ? 5⁴ കൊണ്ടല്ലേ മൾട്ടിപ്പിൾ ചെയ്തോളൂ. ആ 5⁴ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. നമ്മൾ അഡീഷണൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തത് 5⁴ കൊണ്ട് മാത്രമാണ്. ബാക്കി രണ്ടും നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ കിട്ടിയതാണ്. ബാക്കിയുള്ള 5⁴ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. ഇസ് ഈക്വൽ ടു 3 × 5⁴ കണ്ടുപിടിക്കണം. 5⁴ ആകുമ്പോൾ എന്താവും? 5ന്റെ സ്ക്വയർ ആകുമ്പോൾ 25, 5ന്റെ ക്യൂബ് ആകുമ്പോഴത്തേക്ക് 125, 5ന്റെ 5⁴ ആകുമ്പോൾ 125 × 5 ആണ്. 125 × 5 5 12 അല്ലേ? 625. അപ്പോൾ 625 by 1 lakh is equal to, ഇവ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര? 625 ഇൻറ്റു 3, 15 ഇഷ്ടം 1, 6 1 7, 6 1 18, 1875 by 1 lakh അല്ലേ? ഡിനോമിനേറ്റർ എത്രയാണ്? എത്ര കൊണ്ട്? 1 2 3 4 5 ഒക്കെ അല്ലേ? ഇവിടെ 5 ഒക്കെ മാറണ്ടേ? അപ്പൊ 0.01875 ഇത് അത് 0 ഇല്ലേ? കുഴപ്പമില്ല. പോയിന്റ് ഇവിടെ 5 ഡിജിറ്റ് മാറണം. അപ്പൊ ഇത് 4 ഡിജിറ്റല്ലേ ഉള്ളൂ. ഇവിടെ 4 ഡിജിറ്റല്ലേ ഉള്ളൂ. അപ്പൊ 5 ഡിജിറ്റ് ആവാൻ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 കൊടുക്കണം അല്ലേ? അപ്പൊ 0.01875 ആണ് 3/160 നമ്മൾ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ഡെസിമൽ ഫോം ആക്കുമ്പോഴത്തേക്ക് കിട്ടുക. അപ്പൊ 3/160 നമ്മൾ ഡെസിമൽ നമ്പർ ആക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.01875 ആണ്. ഓക്കെ, ഈ പോർഷൻ മനസ്സിലായല്ലോ. 160 നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 2⁵5 × 5⁵1 ആണ്. 5 പ്രാവശ്യവും കിട്ടി, ഒരു 5ഉം കിട്ടി, 5 1 ടൈംസും കിട്ടി. അപ്പൊ ഇവിടെ പവർ 5ഉം ഇവിടെ പവർ 1ഉമാണ്. അപ്പൊ ഇവിടെ പവർ 5 ആക്കണമെങ്കിൽ എന്തിന്റെ കുറവുണ്ട്? 5⁴ കുറവുണ്ട് അല്ലേ? ഇവിടെ 5⁻1 5⁻1 എന്നുള്ളത് 5⁵5 ആക്കണമെങ്കിൽ 5⁻1 എന്നുള്ളത് 5⁵5 ആക്കണമെങ്കിൽ ഇൻറ്റു 5⁻4 വേണം അല്ലേ? അപ്പോൾ 2⁵5 ഇൻറ്റു ഇവിടെ തന്നെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 5⁵5 ഒന്നാവൂലേ? അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്തൂടെ? 2 × 5 ⁻5 എന്ന് എഴുതിക്കൂടെ? എഴുതാം. 2 × 5 ⁻5 മീൻസ് 10⁵5. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് എഴുതി എന്ത് മാത്രമേ ഉള്ളൂ? 5⁻4 മാത്രമല്ലേ ഉള്ളൂ അഡീഷണൽ ആയിട്ട് എഴുതിയത്.
അഡീഷണൽ ആയിട്ട് എഴുതിയത് കൊണ്ടാണ് നമ്മുടെ ഈ ഫ്രാക്ഷൻ ന്യൂമറേറ്ററിനെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. ഇത് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് ഡിനോമിനേറ്റർ. ബാക്കി മൾട്ടിപ്പിൾ ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് ആൻസർ ആയി. ഓക്കെ, അടുത്ത നമുക്ക് നമ്പർ നോക്കാം. 1/400. ഈ 1/400 എന്ന് പറയുന്ന ഈ നമ്പർ നമുക്ക് എന്താക്കി മാറ്റണം? റാഷണൽ നമ്പർ ആക്കി, ഡെസിമൽ നമ്പർ ആക്കി മാറ്റണം. ഇവിടെ റാഷണൽ നമ്പർ ഉണ്ട്, ഇത് നമുക്ക് ഡെസിമൽ നമ്പർ ആക്കി മാറ്റണം. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഡിനോമിനേറ്റർ ആയ 400നെ എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ ചെയ്യണം. 200 ചെയ്യാൻ പറ്റും. 200 വീണ്ടും 2 കൊണ്ട് ചെയ്യാൻ പറ്റും. എത്ര? 100. വീണ്ടും 2 കൊണ്ട് 50, 2 കൊണ്ട് 25, വീണ്ടും 5 കൊണ്ടേ പറ്റൂ 5. ഇപ്പൊ 400 is equal to 2 into 2 into 2 into 2 into 5 into 5. ഓക്കെ, ഇതാണ് 400 നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടുക. is equal to 2 എത്ര പ്രാവശ്യമുണ്ട്? 4 ടൈംസ് ഉണ്ടല്ലോ. 1 2 3 4. അപ്പൊ 2 raised to 4 into 5 ആണെങ്കിലോ എത്ര? 5 raised to എത്ര? 2. ഓക്കെ, is equal to ഇവിടെ 2 raised to 4, ഇവിടെ 5 raised to 2. ഇവിടെ പവർ രണ്ടും ഈക്വൽ ആക്കണ്ടേ അല്ലേ? ഇവിടെ പവർ 4 ആണ്, ഇവിടെ പവർ എത്രയേ ഉള്ളൂ? 2 ആണ്. അപ്പൊ ഇവിടെ ഈ 2നെ 4 ആക്കാൻ എത്ര പവറിന്റെ കുറവുണ്ട്? 5 raised to 2ന്റെ കുറവാണുള്ളത്. അപ്പോൾ ഈ 400നെ ഇൻഡു ചെയ്യണം. എന്തുകൊണ്ട്? 5 സ്ക്വയർ കൊണ്ട് തന്നെ. ഓക്കെ, ഇവിടെ പവർ 4ഉം ഇവിടെ പവർ 2ഉമേ ഉള്ളൂ. അപ്പൊ ഈ പവർ 2നെ പവർ 4 ആക്കി മാറ്റണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം? ഈ 5 raised to 2നെ 5 raised to 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യണം. ദാറ്റ് മീൻസ് 400 into 5 സ്ക്വയർ ഉണ്ട്. അഡീഷണൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ ഇത് ഇവിടെ ഉള്ളത് 2 raised to 4 into 5 raised to 2 ആണുള്ളത്. അഡീഷണൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് ഏതുകൊണ്ടാ? ഇൻറ്റു 5 സ്ക്വയർ കൊണ്ടാ. എന്തിനാ ഇൻറ്റു 5 സ്ക്വയർ ചെയ്തത്? ഇവിടെ 4 ആണ്. അപ്പൊ ഇവിടെ 5ന്റെ പവറും 4 ആയി മാറണം. 2 ഉണ്ട്, 4 ആവാൻ ബാക്കി എന്തിന്റെ കുറവുണ്ട്? 2ന്റെ കുറവുണ്ട്. ദാറ്റ് മീൻസ് 5 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 raised to 4 ഇൻറ്റു ഇവിടെ എങ്ങനെയാവും? 5 raised to 4 അല്ലേ? അപ്പൊ പവർ സെയിം ആയില്ലേ? ഇസ് ഈക്വൽ ടു 2 into 5 whole raised to 4 എന്നാവും. ഇസ് ഈക്വൽ ടു 2 into 5 10 raised to 4 എന്നായി. 10 raised to 4 ആകുമ്പോൾ 1 എത്ര 0? 4 0 അല്ലേ? അപ്പോൾ 10,000 ആയിരിക്കും എന്തായി വരിക? ഡിനോമിനേറ്റർ ആയിട്ട് വരിക. ഏതിന് പകരം? 400ന് പകരം എന്താവും? 10,000 ആവും. അപ്പൊ നോക്കിയാൽ നമ്മൾ എങ്ങനെയാ ചെയ്തത്? ഡിനോമിനേറ്റർ 400 ഉണ്ട്, അതിനെ ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പൊ 2 into 2 into 2 into 2 into 5 into 5 എന്ന് കിട്ടും. 2 4 ടൈംസ് ഉണ്ട്, ഇൻറ്റു 5 2 ടൈംസേ ഉള്ളൂ. ഇവിടെ 2 എന്നത് 4 ടൈംസും ഇവിടെ 5 എന്നത് 2 ടൈംസേ ഉള്ളൂ. അപ്പൊ ഈ 5ഉം 4 ടൈംസ് ആയി മാറണം. 5 4 ടൈംസ് ആയി മാറണമെങ്കിൽ 5 2 ടൈംസ് ഉണ്ട്. എന്തിന്റെ കുറവുണ്ട്? 5 raised to സ്ക്വയറിന്റെ കുറവുണ്ട് അല്ലേ? ഒരു 2 ടൈംസിന്റെ കുറവുണ്ട്. ദാറ്റ് മീൻസ് 5 raised to സ്ക്വയർ കൊണ്ട് ഏതിനെ മൾട്ടിപ്പിൾ ചെയ്യണം? 400നെ മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ ഇതെങ്ങനെയാവും? ഇവിടെ ഉള്ള 400 മീൻസ് 2 raised to 4 into 5 raised to സ്ക്വയറിലേ ഉള്ളത്. അഡീഷണൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടാണ്, ഇൻറ്റു 5 സ്ക്വയർ കൊണ്ടാണ്. അപ്പോൾ 2 raised to 4 into ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ എന്താവും? 5 raised to 4. 2 into 2 അത് പവർ ആഡ് ചെയ്യല് ചെയ്യുക നമ്മൾ. അപ്പോൾ 5 raised to 4 is equal to 2 into 5 10 raised to 4. 2 into 5 10 raised to 4. 10 raised to 4 means 1 4 0 കൊടുത്തു. അപ്പോൾ ഈ ഡിനോമിനേറ്റർ 400ന് പകരം എന്തായി മാറി? 10,000 ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ എഴുതും 1/400 is equal to ഡിനോമിനേറ്റർ 400ന് പകരം എന്തായി? 10,000 ആയി. മുകളിൽ 1 ഉണ്ട്, ഇൻറ്റു ന്യൂമറേറ്ററിൽ 1 ഉണ്ട്, ഇൻറ്റു നമ്മൾ അഡീഷണൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്തത് കൊണ്ടാണ് 5 സ്ക്വയർ കൊണ്ടാണ്, ഇൻറ്റു 5 സ്ക്വയർ. ഓക്കെ, ഇസ് ഈക്വൽ ടു 1 into 5 സ്ക്വയർ എത്ര? 25 by 10,000 is equal to 25 by 10,000. ഓക്കെ, ഇനി നമുക്ക് ഒരു റാഷണൽ നമ്പർ കിട്ടിയാൽ
സോറി 25 10,000 മീൻസ് ഇത് നമ്മൾ ഡെസിമൽ നമ്പർ ആക്കുമ്പോൾ ഉണ്ടാവും ഇവിടെ ഡിനോമിനേറ്റർ എത്ര ഡിജിറ്റ് ഉണ്ടാവും 1 2 3 4 ഡിജിറ്റ് ഇല്ലേ ഇവിടെ നമ്മൾ എത്ര ഡിജിറ്റ് ഉള്ളൂ 2 ഡിജിറ്റ് അല്ലേ ഉള്ളൂ അപ്പോൾ 0.0025 അല്ലേ പോയിന്റ് പോയിട്ട് എത്ര ഡിജിറ്റ് വരണം 4 ഡിജിറ്റ് വരണം 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും 2 സീറോ അഡീഷണൽ ആയിട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ പോയിന്റ് പോയിട്ട് 2 സീറോയും ഉണ്ട് 2 5 ഉണ്ട് അപ്പോൾ ഡെസിമൽ നമ്പർ ആയിട്ട് മാറി അപ്പോൾ 1/400 എന്ന റാഷണൽ നമ്പർ ഡെസിമൽ നമ്പർ ആക്കിയപ്പോൾ എന്ത് കിട്ടി 0.0025 എന്ന് കിട്ടി ഓക്കെ ഇങ്ങനെ ഈ റാഷണൽ നമ്പർ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും ഡെസിമൽ നമ്പർ ആക്കി മാറ്റാം നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് എക്സാമ്പിൾസ് എന്ത് ചെയ്യുക ടെസ്റ്റിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ആ സ്വന്തമായിട്ട് ചെയ്യുക അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി എന്ത് ചെയ്യുക സ്വന്തമായിട്ട് ഇതേപോലെ ചെയ്തു നോക്കുക ഈസിയാണ് ഓക്കെ എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു